ഒറ്റപ്പാലം സഹകരണ അർബൻ ബാങ്കിൽ CPM നേതാവും കുടുംബാംഗങ്ങളും നടത്തിയ മുക്കുപണ്ട പണയത്തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കുടുംബാംഗങ്ങളെ കൂടാതെ തിരുവനന്തപുരം, കൊല്ലം സ്വദേശികളുടെ പേരിലും മുക്കുപണ്ടം പണയം വെച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇതുവരെ 45 ലക്ഷം രൂപയുടെ തട്ടിപ്പാണ് കണ്ടെത്തിയത്. ഒറ്റപ്പാലം സഹകരണ അർബൻ ബാങ്ക് ജീവനക്കാരൻ മോഹനകൃഷ്ണനും CPIM തേങ്കുറിശ്ശി മുൻ ലോക്കൽ സെക്രട്ടറി വാസുദേവനും ഭാര്യ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലക്ഷ്മി ദേവിയും ചേർന്ന് നടത്തിയ മുക്കുപണ്ട പണയത്തട്ടിപ്പിലാണ് 45 ലക്ഷം രൂപയുടെ നഷ്ടം കണ്ടെത്തിയത്. 27 ലക്ഷം രൂപയുടെ തട്ടിപ്പെന്ന നിലയിലാണ് അന്വേഷണം ആരംഭിച്ചത്. എന്നാൽ കൂടുതൽ മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടിയതായി കണ്ടെത്തുകയായിരുന്നു. പ്രതികൾ കൂടുതൽ ആളുകളുടെ പേരുകളിൽ മുക്കുപണ്ടം പണയം വെച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം സ്വദേശികളുടെ പേരിലും സഹോദരിപുത്രിയുടെ പേരിലും സ്വർണം പണയം വെച്ചതായി കണ്ടെത്തി. തട്ടിപ്പിൽ ബാങ്കിന്റെ അന്വേഷണവും പുരോഗമിക്കുകയാണ്. മോഹനകൃഷ്ണന്റെ വസ്തുവകകൾ കണ്ടുകെട്ടാനുള്ള നടപടി ആരംഭിച്ച ഒറ്റപ്പാലം അർബൻ ബാങ്ക് വസ്തുക്കളുടെ വിവരങ്ങൾ ശേഖരിച്ചു. ഒറ്റപ്പാലം കോടതിയിൽ ഇതിനായുള്ള അപേക്ഷ ഉടൻ സമർപ്പിക്കുമെന്ന് ബാങ്ക് അധികൃതർ വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം മുക്കുപണ്ട പണയത്തട്ടിപ്പിന്റെ വിശദമായ കുറിപ്പ് അർബൻ ബാങ്ക് റിസർവ് ബാങ്കിന് നൽകിയിരുന്നു. 24 പാലക്കാട്.